സാറ്റർഡേ ആഫ്റ്റർനൂൺ ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് ആദ്യം തന്നെ കടുകും ഉലുവയും ഇട്ട് അതിനുശേഷം ഉള്ളി, കറിവേപ്പില, പുളി, വടക്കം പുളി, പിന്നെ അത് കഴിഞ്ഞിട്ട് തക്കാളിയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉലുവാപ്പൊടി ഇതെല്ലാം ഇട്ട് ഒന്ന് പച്ചമണം മാറി വരുമ്പോഴേക്കും തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാൻ എല്ലാ കറികൾക്കും തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അതൊഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കറി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങളെല്ലാം പറക്കിയിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും മീൻ കറിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അങ്ങനെ കുറച്ച് മീൻ വറുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം മസാല പുരട്ടി മീനുകളെല്ലാം വറുത്തു. ഉച്ചാന് വേണ്ടി സെപ്പറേറ്റായിട്ട് വേറൊരു മീനും എടുത്ത് വറുത്തു. എല്ലാ മീനുകളും വറുത്ത് കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം കുറച്ചിങ്ങനെ ഞാൻ കിച്ചണിൽ പണിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും സ്റ്റീവൂട്ട് എൻ്റെ കൂടെ വന്ന് കിച്ചണിൽ ഇരിക്കും. ഇതാണ് പതിവ്. ഇങ്ങനെ ഓരോ സംസാരിച്ചു ഒക്കെയാണ് ഞാൻ അങ്ങനെ കുക്കിംഗ് ചെയ്യുന്നത്. അങ്ങനെ മീൻ വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് മുട്ട ഒന്ന് ചിക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടുള്ളൊരു മുട്ടയാണ്. ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ സെപ്പറേറ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു മസാല പോലെ എടുക്കുന്നതാണ്. അത് ബീഫ് കറി അമ്മയുടെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ടതാണ്. അതൊന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ മോര് കാച്ചിയത്, ഇതാണ് ഉച്ചത്തേക്ക് കഴിക്കാൻ. ബീഫ്, ചീനി ഉണ്ടായിരുന്നു, ചീനി കറി വെച്ചത്, മീൻ പൊരിച്ചത്, പിന്നെ മോര് കാച്ചിയത്, പിന്നെ മുട്ട ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഫ്രൂട്ട്സായിട്ട് മാംഗോ ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മാംഗോ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഗീ കുക്കീസാണ് സുപ്രീമിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റ് സാധനമാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ചോറും എടുത്തു. അത്രയേ ഉള്ളൂ. ബൈ ബൈ.